ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് സീസൺ 1 4ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകൾ ലൈക്കോഡിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് അനിമോ ഫാമിലി 50K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യാനേ പറ്റില്ലായിരുന്നു. അതുപോലെ ഇത്രയും ദൂരം വരെ നമ്മൾ വന്നതല്ലേ, അതുകൊണ്ട് ഇനിയും മുന്നോട്ട് തന്നെ പോവാം. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇത് വെറും ഒരു ബിഗിനിങ് മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത മൈൽ സ്റ്റോണും അച്ചീവ് ചെയ്യാം. സോ വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാടിന്റെ അകത്ത് നിൽക്കുന്ന ആർത്തർ ദൂരത്ത് നിന്ന് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടു. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആർത്തർ അവന്റെ പവർ ഉപയോഗിച്ച് മരത്തിന്റെ മുകളിൽ കയറി. എന്നിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തുള്ള ആൾക്കാരെ കാണുന്നത്. അവർ കൊള്ളക്കാരാണ്. ആ കൊള്ളക്കാര് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ചെറിയ കുട്ടി ഒരു എൽഫ് ആയതുകൊണ്ട് അവർ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിൽക്കാനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ മനുഷ്യന്മാരെ വിൽക്കുന്ന സ്ഥലത്ത് എൽഫുകൾക്ക് നല്ല വില കിട്ടും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അവരിപ്പോ ആ പെൺകുട്ടിയെ വിൽക്കാൻ വേണ്ടി പിടിച്ചപ്പോഴാണ് അവൾ ഒച്ചയുണ്ടാക്കിയതും ആ സൗണ്ട് നമ്മുടെ ആർത്തർ കേട്ടതും. ഇപ്പൊ ആ കൊള്ളക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാള് അവരുടെ ബോസിനോട്, ഹേ ബോസ്, ഇതൊരു എൽഫ് കുട്ടിയാണ്, നമുക്ക് ഇവളെ വലിയ വിലയ്ക്ക് വിൽക്കാം. അതെ, നീ പറഞ്ഞത് ശരിയാ, ഇവള് കാരണം നമ്മൾ ഒരുപാട് പണക്കാരാവും. ഇത് മരത്തിന്റെ മുകളിൽ നിന്ന് കേൾക്കുന്ന ആർത്തറിന് മുമ്പ് അവന്റെ ഫാമിലിയെ അറ്റാക്ക് ചെയ്യാൻ വന്ന കൊള്ളക്കാര് അവനെ അവന്റെ അമ്മയെ മാത്രം വെറുതെ വിടാൻ പറഞ്ഞു. കാരണം മാജിക് പവർ ഇല്ലാത്ത മനുഷ്യരെയും കുട്ടികളെയും വിൽക്കുമ്പോൾ അധികം വില കിട്ടില്ല. അതുകൊണ്ടാണ് അന്ന് ആ കൊള്ളക്കാർ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ ഇത് ഓർത്ത് ആർത്തർ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവർ ആ എൽഫ് പെൺകുട്ടിയെ വണ്ടിയിലേക്ക് ഇട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതുകൊണ്ട് ആർത്തർ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ മുമ്പ് സിൽവിയ പറഞ്ഞ കാര്യം അവന് ഓർമ്മ വരുന്നു. അതുകൊണ്ട് അവന്റെ എടുത്തുചാട്ടം മാറ്റിവെച്ച് അവന്റെ ഉള്ളിലുള്ള ദേഷ്യത്തെ അടക്കി നിർത്തി അവൻ എടുത്തുചാടി ഒന്നും ചെയ്യാതെ അവരുടെ പുറകെ പോവുകയാണ്. അങ്ങനെ പോയി ഒരു സ്ഥലത്ത് വെച്ച് അവര് വിശ്രമിക്കാൻ വേണ്ടി നിർത്തി. പക്ഷെ അപ്പോഴും ആർത്തർ ഒന്നും ചെയ്യുന്നില്ല. അവനൊരു ശരിയായ അവസരം കിട്ടുന്നത് വരെ കാത്തിരിക്കുകയാണ്. അങ്ങനെ സമയം രാത്രിയായി. അപ്പോൾ ആർത്തർ ആ കൊള്ളക്കാര് വണ്ടിയായിട്ട് ഉപയോഗിക്കുന്ന അവരുടെ മൃഗങ്ങളെ നോക്കുന്നുണ്ട്. ഈ വോൾഫുകൾ എന്തിനാണ് ആ മനുഷ്യർ പറയുന്നത് അനുസരിക്കുന്നത് എന്ന് പറഞ്ഞ് ആർത്തർ ചിന്തിക്കുമ്പോഴാണ് അവൻ ആ വോൾഫുകളുടെ കഴുത്തിലുള്ള മാജിക് കോളർ കാണുന്നത്. അതുണ്ടായതുകൊണ്ടാണ് ആ വോൾഫുകൾ ആ മനുഷ്യന്മാർ പറയുന്നത് അനുസരിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്ന ആർത്തർ ആ വോൾഫുകൾ ഈ രാത്രി ഒച്ചയുണ്ടാക്കാൻ വേണ്ടി അവറ്റങ്ങളുടെ നേർക്ക് കുറച്ച് കല്ലെടുത്തെറിഞ്ഞു. അതുകൊണ്ട് ആ വോൾഫുകൾ ഒച്ചയുണ്ടാക്കുന്നു. ഈ രാത്രി ഇതുപോലെയുള്ള സൗണ്ട് കേട്ടാൽ ആ കാട്ടിലുള്ള ബാക്കിയുള്ള മൃഗങ്ങളും ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് വരും. അതുകൊണ്ട് ബാക്കിയുള്ള മൃഗങ്ങൾ അവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി ആ കൊള്ളക്കാരിലെ ഒരാള് ആ വോൾഫുകൾ മിണ്ടാതിരിക്കാൻ വേണ്ടി അവരെ വന്ന് ചവിട്ടി. ഇതായിരുന്നു ആർത്തറിന് വേണ്ടിയിരുന്നത്. മരത്തിന്റെ മുകളിലിരിക്കുന്ന ആർത്തർ പെട്ടെന്ന് അവന്റെ പവർ ഉപയോഗിച്ച് ആ കൊള്ളക്കാരനെ വെട്ടി താഴെയിട്ടു. എന്നിട്ട് ആർത്തർ അയാളുടെ അടുത്തുള്ള ഒരു കത്തി എടുത്തു. ഇപ്പൊ പോയവൻ തിരിച്ചു വരാത്തതുകൊണ്ട് കൂട്ടത്തിലെ മറ്റൊരുത്തനും അവിടേക്ക് അവനെ അന്വേഷിച്ചു വരുന്നു. അപ്പൊ താഴെ വീണ് കിടക്കുന്നവനെ കണ്ട് ഇവൻ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആർത്തർ പെട്ടെന്ന് അവന്റെ ദേഹത്ത് കയറി അവനെ അങ്ങ് തീർത്തു. ഒരു കുട്ടിയുടെ ശരീരം ആയതുകൊണ്ട് അവന് ഒരുപാടൊന്നും ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാലും 4 പേരുള്ളതിൽ ആർത്തർ 2 പേരെ തീർത്തു. ഇനിയും 2 പേരുണ്ട്. ഇപ്പൊ അവിടുത്തെ ശബ്ദം കേട്ട് ഒരുത്തനും കൂടെ നോക്കാൻ വേണ്ടി അവിടേക്ക് വരുന്നു. പെട്ടെന്ന് ആർത്തർ ഓടി വന്ന് അവന്റെ കാലിനിട്ട് വെട്ടി. ആ ശബ്ദം അവരുടെ ബോസ് കേൾക്കുന്നുണ്ട്. അപ്പൊ ആ കാലിന് വെട്ടി കിട്ടിയവൻ, ശ്രദ്ധിക്ക്, മാജിക് ഉപയോഗിക്കുന്ന ഒരു ചെറിയ കുട്ടി ഇവിടെയുണ്ട്. എന്ത്, മാജിക് ഉപയോഗിക്കുന്ന ചെറിയ കുട്ടിയോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവരുടെ ബോസ് കത്തി പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ആർത്തറിനെ കണ്ടു. ഓഹോ, ഞാൻ ഇനി ഒരുപാട് ശ്രദ്ധിക്കണം. ഒരു നല്ലൊരു അവസരമല്ലേ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നേ. അതുകൊണ്ട് നിന്നെ കൊല്ലുന്നത് കൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അതുപോലെ നിന്നെ ഞാൻ വിട്ട് കളയാനും പോകുന്നില്ല എന്ന് പറഞ്ഞ ആ ബോസ് കത്തി താഴെയിട്ട് ആർത്തറിനെ പിടിക്കാൻ വേണ്ടി അവന്റെ മാജിക് ഉപയോഗിക്കുന്നു. അത് കാണുന്ന ആർത്തറിന് അവൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോ ആ കൊള്ളക്കാരുടെ ബോസ്, നിന്നെ ഞാൻ ജീവനോടെ പിടിക്കാൻ പോവാ, കാരണം നിനക്ക് ആ പെണ്ണിനേക്കാൾ വില കിട്ടും, അതുകൊണ്ട് എന്റെ കൈ കൊണ്ട് നീ മരിക്കല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോ ആർത്തർ പെട്ടെന്ന് ആ അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി തിരിച്ച് അവനെ ചാടി വന്ന് ചവിട്ടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവൻ മാറിക്കളഞ്ഞു. അപ്പൊ ആർത്തർ അവന്റെ കയ്യിലുള്ള കത്തിയില് ഒരു സ്ട്രിങ് കെട്ടി അവന്റെ നേർക്ക് എറിയുന്നു. പക്ഷെ ആ ബോസ് ആ കത്തി പിടിച്ചു. കുഴപ്പമില്ല, നിനക്ക് നല്ല തന്ത്രങ്ങളൊക്കെ അറിയാം, പക്ഷെ അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് അവൻ ആ കത്തി കൊണ്ട് ആർത്തറിനെ തിരിച്ചു കുത്താൻ വരുന്നു. പക്ഷെ ആർത്തറിനെ കുത്തിക്കൊന്നാൽ അവന് വിൽക്കാൻ പറ്റില്ല, അവന് പൈസയും കിട്ടില്ല. അതുകൊണ്ട് അവൻ ആർത്തറിനെ കുത്താതെ അവനെ ചവിട്ടി തെറിപ്പിച്ചു. എന്നിട്ട് അവൻ നിലത്ത് കിടക്കുന്ന ആർത്തറിനെ തൂക്കിയെടുക്കുകയാണ്. അപ്പോൾ ആർത്തർ പെട്ടെന്ന് അവന്റെ പവർ ഉപയോഗിച്ച് ആ ബോസിന്റെ കാലിൽ തൊട്ടു. അപ്പൊ അവന്റെ കാല് ചൂടാവുന്നതുകൊണ്ട് അവൻ ആർത്തറിനെ വിട്ടു. പണ്ടാരം, നിന്നെ ഞാൻ കൊല്ലേണ്ടതായിരുന്നു, ഞാൻ ഇനി നിന്നെ കൊല്ലാതെ വെറുതെ വിടില്ല, നീ ഇനി ചത്തുപോയാലും എനിക്ക് പ്രശ്നമില്ല എന്നിങ്ങനെ ആ ബോസ് പറയുമ്പോ പെട്ടെന്ന് ആർത്തർ ആ സ്ട്രിങ്ങിൽ കെട്ടിയ കത്തി ആ ബോസിന്റെ തലക്കെറിഞ്ഞ് അവനെ കൊന്നു. ആ സമയത്ത് നേരത്തെ ആർത്തറിന്റെ അടുത്ത് നിന്ന് കാലിന് വെട്ടുകിട്ടി നിലത്ത് വീണ് കിടക്കുന്ന മറ്റൊരാള് അവന്റെ അടുത്തേക്ക് ആർത്തർ വരുന്നത് കണ്ട്, വേണ്ട, എന്നൊന്നും ചെയ്യരുത്, എന്നെ വെറുതെ വിട്, ഞാൻ നിന്റെ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ അവന്റെ ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോ ആർത്തർ അവനോട്, ഇതുപോലെയല്ലേ ആ പെൺകുട്ടി നേരത്തെ നിങ്ങളോടും പറഞ്ഞത്. അങ്ങനെ അവന്റെ കാര്യം അവിടെ വെച്ച് തീരുമാനമായി. ശേഷം ആർത്തർ അവര് പിടിച്ചു വെച്ച പെൺകുട്ടിയുടെ കണ്ണിലുള്ള കെട്ടഴിക്കുന്നു. അപ്പൊ അവന് പെട്ടെന്ന് ആ പെൺകുട്ടി മറ്റാരെയോ പോലെ തോന്നുകയാണ്. അവൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടൊരാളെ പോലെ
പക്ഷെ അത് ആരാണെന്ന് ആർത്തറിന് മനസ്സിലാവുന്നില്ല, അവൻ അറിയില്ല. അപ്പൊ അവളെ ആർത്തർ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ആ പെൺകുട്ടി ആർത്തറിനോട് എന്താന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് ആർത്തർ അവൻ കണ്ട കാര്യമൊന്നും പറയുന്നില്ല. ഇനി നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് പുറത്തേക്ക് വരാം എന്ന് പറഞ്ഞ് ആർത്തർ അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആർത്തർ ആ കുട്ടിയോട്, രണ്ടുപേരും കുട്ടിയാണ്, പക്ഷെ ആർത്തറിന്റെ ശരീരം കുട്ടിയാണെന്നേ ഉള്ളൂ, അവന്റെ മനസ്സ് മുതിർന്നവരുടേതാണ്. ഇപ്പൊ ആ കുട്ടിയോട് ആർത്തർ അവളുടെ വീട്ടിലേക്ക് അവൾക്ക് പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ അവൾ അവന്റെ കയ്യിൽ പറ്റിയ മുറിവാണ് ശ്രദ്ധിക്കുന്നത്. അവൾ ആ മുറിവിനെ പറ്റി അത്ഭുതത്തോടെ ചോദിക്കുമ്പോഴാണ് ആർത്തറിന് സാധാ കുട്ടികൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഓർമ്മ വരുന്നത്. കുട്ടികൾക്ക് മുറിവാവുന്നത്, ആരെങ്കിലും മരിക്കുന്നത്, ഇതൊക്കെ വളരെ ആകാംക്ഷയുള്ള കാര്യങ്ങളാണ്. അവർക്ക് ചിലപ്പോൾ പേടിയാവും, അവർക്കതൊന്നും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ ആർത്തർ അവന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ഇതുവരെ കണ്ടിട്ടില്ല, അവൻ ഇപ്പോഴാണ് ഒരു കുട്ടിയെ കാണുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആർത്തർ അവൾ നിലത്തെടുക്കുന്ന കൊള്ളക്കാരുടെ ശരീരം കണ്ട് പേടിക്കേണ്ടെന്ന് വിചാരിച്ച് അവൻ അതൊക്കെ ഒരു തുണി കൊണ്ട് മറച്ചു വെച്ചു. അപ്പൊ അവൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആർത്തർ അവളോട്, ഇതൊക്കെ കുട്ടികൾ കാണാൻ പാടില്ലാത്ത കാര്യമാണ്. അതിനവളാവട്ടെ, അപ്പൊ നീയും കുട്ടിയല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ കുട്ടിയാണ്, പക്ഷേ എന്ന് പറഞ്ഞ ആർത്തർ ഉരുണ്ട് കളിക്കുമ്പോൾ അവൾ അവനോട്, ഹേയ്, എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആ ചീത്ത ആൾക്കാർക്കൊക്കെ എന്തു പറ്റി? ഓ, അവർക്കൊക്കെ ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചു. എന്ത് ആക്സിഡന്റോ? ഏയ്, നീ അതോർത്ത് പേടിക്കൊന്നും വേണ്ട, നീ ഇപ്പൊ സേഫ് ആണ്. ശേഷം ആർത്തർ അവന് വേണ്ട സാധനങ്ങളൊക്കെ അവിടുന്ന് എടുത്ത് അവളോട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. പക്ഷെ പെട്ടെന്ന് ആ പെൺകുട്ടി ആർത്തറിന്റെ കയ്യിലേക്ക് കയറി പിടിച്ചു. അപ്പൊ ആർത്തറിന് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പൊ അവൾ അവളുടെ മനസ്സിൽ, എനിക്ക് പേടിയാവുന്നുണ്ട്, എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ എന്ന് ചിന്തിക്കും. അപ്പൊ ആർത്തർ അവളോട്, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്, നീ ഇനി അവര് വരുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ അവരിനി ഒരിക്കലും വരാൻ പോകുന്നില്ല, അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. അത് കേട്ട് അവള് തിരിച്ചൊന്നും പറയുന്നില്ല. പകരം അവളുടെ മനസ്സിൽ, ഏട്ടാ വൃത്തികെട്ടവനെ, ഇത്രയും ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ നിനക്ക് എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ തോന്നുന്നു? അപ്പൊ ആർത്തർ അവളോട്, ഇനി എൽഫുകൾക്ക് എങ്ങാനും ഈ കാട്ടിൽ നിൽക്കുന്നത് സേഫ് അല്ലേ? അപ്പൊ അവൾ ആർത്തറിനോട്, അല്ല, ഒരിക്കലും സേഫ് അല്ല, എന്റെ പാരന്റ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളായ എൽഫുകളെ തിന്നാൻ ഈ കാട്ടിൽ മരഭൂതങ്ങൾ ഉണ്ടാവുമെന്ന്. അത് കേട്ട് ആർത്തർ, നിനക്ക് നീ വന്ന വഴി എവിടേക്കാണെന്ന് അറിയോ? അതിനവൾ ആർത്തറിന് പോകേണ്ട ഭാഗത്തേക്കല്ല, പകരം മറ്റൊരു വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഓ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് നീ ജീവിക്കുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്നറിയോ? അതൊന്നും എനിക്ക് അറിയില്ല, ഞാനൊരു പ്രാണിയെ പിടിക്കാൻ വേണ്ടി വന്നതായിരുന്നു, അങ്ങനെയാണ് എനിക്ക് വഴി തെറ്റിപ്പോയത്. അത് കേട്ട് ആർത്തർ അവന്റെ മനസ്സിൽ, ഇവൾക്ക് ഇതിന്റെ ഒരു കാര്യമില്ല, കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവളെപ്പോലെ ആയിരിക്കും, എനിക്ക് തോന്നുന്നത് ഇവളെ തനിച്ചാക്കി പോകണ്ടെന്നാണ് എന്ന് ചിന്തിക്കുന്ന ആർത്തർ അവളോട് അവളുടെ കൂടെ നിൽക്കാന്ന് പറയുന്നു. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. ഇവിടുന്ന് ഇനി അവർക്ക് പോകേണ്ടത് എത്ര ദൂരത്തേക്കാണോ അത്രയും ദൂരം നടന്നു പോകണം, കാരണം അവിടെയുള്ള വോൾഫുകളെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ആർത്തറിന് അറിയില്ല. അപ്പോൾ ആ പെൺകുട്ടി ആർത്തറിനോട്, നമുക്ക് ഇവറ്റങ്ങളെ ഈ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞയച്ചാലോ? അവരെ ഇങ്ങനെ വിട്ടു പോയാൽ അവറ്റങ്ങൾ എന്തായാലും മരിച്ചു പോകും എന്ന് പറഞ്ഞ് അവൾ ആ വോൾഫിന്റെ കഴുത്തിലുള്ള കോളർ അഴിച്ചു കൊടുത്തു. ഇങ്ങനെ കോളർ അഴിച്ചു കൊടുത്തതുകൊണ്ട് ആ വോൾഫുകൾ കാട്ടിലേക്ക് കയറി പോവാണ്. അതുപോലെ ഇവർക്ക് പോകാനും സമയമായി. അപ്പോൾ ആർത്തർ അവളോട്, എന്നാ ശരി, നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. ഇങ്ങനെ അവർ നടന്ന് സമയം ഇപ്പൊ രാവിലെയായി. എന്നിട്ട് അവരൊരു ഭാഗത്ത് വിശ്രമിക്കുന്നു. അപ്പോൾ ആർത്തർ അവളോട് അവളുടെ പേരെന്താണെന്ന് ചോദിക്കും. എന്റെ പേര് ടെസിയ എരലിത്ത്, ഞാൻ ആർത്തർ ലേവിൻ എന്ന് പറഞ്ഞ ആർത്തർ അവൾ ഉണ്ടാക്കിയ ഭക്ഷണം അവൾക്ക് കൊടുക്കുന്നു. നിനക്ക് വിശക്കുന്നുണ്ടാവും, ഇനി നിനക്ക് വിശക്കുന്നില്ലെങ്കിലും നീ എന്തെങ്കിലും ഒന്ന് കഴിക്കണം, കാരണം നമുക്ക് ഒരുപാട് ദൂരം നടക്കാനുള്ളതാണ് എന്ന് പറയുന്ന ആർത്തർ, മുമ്പ് സിൽവിയ അവനോട് എങ്ങനെയാണോ ചെയ്തത്, അവനോട് എങ്ങനെയാണോ കാര്യങ്ങൾ പറഞ്ഞത്, അതുപോലെയാണ് ഇവളോടും പറയുന്നതെന്ന് ആലോചിക്കുന്നു. അതായത് നമുക്ക് എന്ത് കിട്ടുന്നോ അത് തന്നെ നമ്മൾ മറ്റൊരാൾക്കും കൊടുക്കും. ഇപ്പൊ ആർത്തർ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ മണം ടെസിയക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിനൊരു വൃത്തികെട്ട മണാണെന്ന് പറയുന്നു. അത് കേട്ട് ആർത്തർ അവളോട്, പക്ഷേ ഇത് ഞാൻ ഉണക്കിയ ഇറച്ചി ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണല്ലോ, ഇത് പച്ചമരുന്നിന്റെ കൂടെ ചേരുമ്പോൾ നല്ല മണം ഉണ്ടാവേണ്ടതാണ്, പക്ഷെ അത് കുടിച്ചിട്ടാവട്ടെ ടെസിയക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആർത്തർ എപ്പോഴും ഭക്ഷണത്തിന്റെ രുചിയേക്കാൾ അതിലുള്ള ന്യൂട്രിയൻസിന്റെ കാര്യമാണ് നോക്കുന്നത്. ഒരുമാതിരി മുതിർന്ന ആൾക്കാരെ പോലെ അല്ല, ഉള്ളിലുള്ളത് മുതിർന്ന ആളാണ്. ഇപ്പൊ അത് കുടിച്ചിട്ട് ഇഷ്ടപ്പെടാതെ ടെസിയ അവൾക്ക് മധുരമുള്ള എന്തെങ്കിലും വേണമെന്ന് പറയുന്നു, ഒരു ചെറിയ കുട്ടിയെ പോലെ, കാരണം ടെസിയ കുട്ടിയാണല്ലോ. ഇപ്പൊ ടെസിയ ആർത്തറിനോട് അവൻ എന്തിനാണ് എൽഷ്യർ ഫോറസ്റ്റിലേക്ക് വന്നതെന്ന് ചോദിക്കുന്നു. അതിന് ആർത്തർ, ഞാൻ എന്റെ ഫാമിലിയുടെ അടുത്ത് നിന്ന് വേർപെട്ടു. ഓ, അങ്ങനെയാണോ? അപ്പൊ നിനക്കും വഴി തെറ്റിയതാണല്ലേ എന്ന് ടെസിയ. അപ്പൊ ആർത്തർ തിരിച്ച്, ഈ എൽഫുകൾ താമസിക്കുന്ന കിങ്ഡം നല്ലതാണോ? നീ എലനോറിനെ പറ്റിയാണോ പറയുന്നേ? അവിടെ നല്ല രസമാണ്, അവിടെ എന്റെ പാരന്റ്സ് എപ്പോഴും തിരക്കിലാണ്, അതുകൊണ്ട് എന്റെ മുഴുവൻ സമയവും ഞാൻ സെർവന്റ്സിന്റെ കൂടെയോ അല്ലെങ്കിൽ മുത്തശ്ശന്റെ കൂടെയോ ആയിരിക്കും. അങ്ങനെ അവർ മുന്നോട്ട് നടന്നു പോകുമ്പോൾ എലനോറിലേക്ക് പോകാനുള്ള ഒരു വഴിയും ആർത്തറിന് കാണാനില്ല. എവിടേക്ക് പോകണം, എങ്ങനെ പോകണം ഒന്നും അറിയില്ല. അപ്പൊ അവിടെ താഴെ അവര് കുറച്ച് മിന്നാമിന്നിങ്ങിനെ പോലെയുള്ള ജീവികളെ കാണും. അതിന്റെ കൂടെ ഒരു കുട്ടിയെ പോലെ ടെസിയെ കളിക്കുന്നുണ്ട്. അപ്പൊ അത് കാണുന്ന ആർത്തർ അവിടെ, അപ്പൊ ഇതിനെയാണ് കുട്ടിക്കളി എന്ന് പറയുന്നത്. ശേഷം അവർ വീണ്ടും മുന്നോട്ട് നടന്നു പോകുമ്പോൾ ടെസി അവനോട്, ഞാൻ എന്റെ മാനാക്കോർ അവേക്കൻ ചെയ്യുമ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ ഒരു മാസ്റ്ററിനെ നിർത്തും, എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അതിന് ആർത്തർ, അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ മാസ്റ്ററൊക്കെ ഉണ്ടാവുമോ? നീ ജീവിക്കുന്ന സ്ഥലത്ത് സ്കൂളൊന്നുമില്ലേ? സ്കൂളോ? അതെന്താ? ഒന്നുമില്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ എന്നിങ്ങനെ ആർത്തർ പറഞ്ഞ് അവർ രണ്ടുപേരും മുന്നോട്ട് നടന്നു പോകുമ്പോൾ അവരുടെ പുറകിൽ അവരെ പിന്തുടർന്ന് ഒരു വോൾഫ് വരുന്നുണ്ട്. ശേഷം ഒന്ന് രാത്രി അവർക്ക് താമസിക്കാൻ ഒരു ടെന്റ് ഒക്കെ കെട്ടി. അപ്പൊ കുറുക്കന്മാര് കൂന്നത് കണ്ട് ആർത്തർ കിടന്നുറങ്ങുന്നില്ല. നീ പോയിട്ട് കിടന്നുറങ്ങിക്കോ, ഞാനിവിടെ പുറത്ത് നിന്നോളാം എന്ന് ആർത്തർ ടെസിയയോട് പറയുന്നു. എന്നിട്ട് ആർത്തർ സിൽവിയ കൊടുത്ത ഗിഫ്റ്റ് പിടിച്ചു നിൽക്കുകയാണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു, എന്നാലും എന്തായിരിക്കും സിൽവിയ എന്റെ കയ്യിൽ തന്നത് എന്നിങ്ങനെ ആർത്തർ ചിന്തിക്കുന്നു. അപ്പൊ അവന്റെ പുറകിൽ നിന്നൊരു ശബ്ദം, തീർച്ചയാണോ? നീ ഒന്ന് ഉറങ്ങാനേ പോകുന്നില്ലേ? ഓ, നീ ഇതുവരെ കിടന്നുറങ്ങിയില്ലേ എന്ന് ആർത്തർ തിരിച്ചു ചോദിക്കുമ്പോ ടെസിയ ടെന്റിന്റെ പുറത്തേക്ക് തലയിട്ട്, എന്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആണുങ്ങളുടെ കൂടെ കിടന്നു
കിടന്നുറങ്ങാൻ പാടില്ലാന്ന്. പക്ഷെ ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ അത് ആരോടും പറയാൻ പോകുന്നില്ല. അതിന് ആർത്തർ, നീ എന്നെ പറ്റി ആലോചിക്കണ്ട, എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല, അത് നീ പോയി കിടന്നുറങ്ങ്. ശരി. ഹേയ് നിൽക്ക്, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങു പെണ്ണേ. അപ്പൊ ടെസിയ അവനോട്, നീ ഇങ്ങനെ പുറത്തു നിന്നാ അവര് നിന്നെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും, അങ്ങനെ അവര് നിന്നെ പിടിക്കാൻ നിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ആർത്തർ അവളോട് ഒരൊറ്റ ചോദ്യം, നിനക്ക് പ്രേതങ്ങളെ പേടിയുണ്ടോ? ഹേയ് അങ്ങനെയൊന്നും അല്ല, ഇത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, നിനക്ക് ടെന്റിന്റെ അകത്ത് വന്നിട്ടാണെങ്കിലും എന്നെ പ്രൊട്ടക്ട് ചെയ്യാലോ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് ടെസിയ പറയുന്നു. അങ്ങനെ ആർത്തർ ടെന്റിന്റെ അകത്തേക്ക് വന്നു. എന്നിട്ട് ടെസിയ അവനോട്, എനിക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല, പക്ഷെ കുറച്ച് പേടിയുണ്ട്, അതുകൊണ്ട് നീ എന്റെ കൂടെ തന്നെ നിൽക്കണേ, ഞാൻ ടോയ്ലറ്റിലേക്ക് പോവുകയാണെങ്കിൽ പോലും നീ എന്റെ കൂടെ വരണം, മനസ്സിലായോ? ആ ശരി ശരി, ആദ്യം നീ കിടന്നുറങ്ങാൻ നോക്ക്. അപ്പൊ ടെസിയ, നീ വരുന്നത് മനുഷ്യന്മാരുടെ കിങ്ഡത്തിൽ നിന്നാണല്ലേ, അവിടെയുള്ള ആണുങ്ങളെല്ലാം വൃത്തികെട്ടവന്മാരാണ്, അവർക്ക് ഒരുപാട് ഭാര്യമാരുണ്ട്, ഈ കാര്യങ്ങളൊക്കെ സത്യമാണോ? അത് കേട്ട് ആർത്തർ ആവട്ടെ, എന്ത്, നിനക്കാരാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്? അതെന്റെ മുത്തശ്ശനാ? ഓ അങ്ങനെയാണോ? അപ്പൊ നിങ്ങളുടെ എൽഫുകളിലും കുറെ വൃത്തികെട്ടവന്മാരുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ, നിനക്ക് ഈ വൃത്തികെട്ടവന്മാരുടെ അർത്ഥം എന്താണെന്ന് അറിയോ? പ്രശസ്തിയും പണവും ഉള്ള കുറച്ചു പേർക്ക് മാത്രമേ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളൂ, അത് എനിക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞ ആർത്തർ അവൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ടെസിയ അപ്പോഴേക്കും കിടന്നുറങ്ങി. ശേഷം അടുത്ത ദിവസം രാവിലെ അവർ വീണ്ടും നടന്ന് മുന്നോട്ടേക്ക് പോവുകയാണ്. ഒരുപാട് ദൂരം നടന്നു, മലയുടെ മുകളിലൂടെയൊക്കെ പിടിച്ചു കയറി അവർ ഒരുപാട് ദൂരം മുന്നോട്ട് വരുന്നു. പതിയെ പതിയെ ടെസിയ അവനോട് കൂടുതൽ അടുക്കുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോൾ ആർത്തറിന് അവന്റെ നെഞ്ച് വേദനിക്കും, കാരണം അവന്റെ മാനാക്കോറാണ് അവന് വേദന എടുക്കുന്നത്. അപ്പൊ അവന് വേദനിക്കുന്നത് കണ്ട് കാട്ടിൽ എന്തെങ്കിലും മരുന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ടെസിയ ഓടിപ്പോകുന്നു. അതിനുശേഷം ആർത്തറിന്റെ വേദന മാറി, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവന്റെ നെഞ്ച് അവന് വേദന എടുക്കുന്നുണ്ട്. ഇതറിഞ്ഞ ടെസിയെ പേടിക്കുമെന്ന് വിചാരിച്ച് ആർത്തർ അവളോട് ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഒരു മരത്തിന്റെ അടിയിൽ ആർത്തർ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഇത്രയും ദൂരം പിന്തുടർന്നു വന്ന വോൾഫ് അവർക്ക് കഴിക്കാൻ വേണ്ടി ഒരു മൃഗത്തെ വെച്ച് പോകും. അപ്പോഴാണ് മരുന്ന് അന്വേഷിച്ചു പോയ ടെസിയ അവിടേക്ക് വരുന്നത്. അവൾ ഇത് കണ്ട് ആർത്തറിനോട്, ഇത് അത് തന്നെ, സംശയമില്ല, നമ്മൾ നേരത്തെ അതിനെ സഹായിച്ചതിന് അത് നമുക്ക് തന്ന സമ്മാനമാണിത്. ഇതിനുശേഷം രാത്രി അവർ രണ്ടുപേരും ആ മൃഗത്തെ ചുട്ടു തിന്നുന്നു. ഇത്രയും ദിവസം പച്ചമരുന്നൊക്കെ കൂട്ടി ഭക്ഷണം കടിച്ചുകൊണ്ടിരുന്ന ടെസിയ ആ മൃഗത്തിന്റെ ചുട്ട ഇറച്ചി വളരെ സന്തോഷത്തോടെ തന്നെയാണ്. അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ടെസിയ അവനോട്, കാട്ടിലേക്ക് മരുന്ന് അന്വേഷിച്ചു പോയി എനിക്ക് മരുന്ന് കിട്ടിയില്ല, പകരം എനിക്ക് കുറച്ച് മഷ്റൂം കിട്ടി, എലനോറിലുള്ള പെണ്ണുങ്ങളൊക്കെ ഇതാണ് കഴിക്കാറ്, ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ടെസിയ അത് ആർത്തറിന് കൊടുത്തു. പക്ഷെ അത് തിന്നുന്ന ആർത്തറിന് വയറ്റിളക്കം പിടിച്ചു, മൊത്തം അപ്പിയിട്ട് നാറ്റിച്ചു. എന്നോട് ക്ഷമിക്ക്, അത് മനുഷ്യന്മാരുടെ വയറിന് പിടിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് ടെസിയ അവനോട് മാപ്പ് ചോദിക്കും. ഇതിനുശേഷം ഒന്ന് രാത്രി ടെന്റിലിരിക്കുന്ന ആർത്തറിന് ഇത്രയും ദിവസം ഉറങ്ങാതിരുന്നത് കൊണ്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ടെസിയ അവനോട്, ഞാൻ എന്റെ വീട്ടിലായിരുന്നെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് പുസ്തകം വായിക്കാറുണ്ട്, അതിലെപ്പോഴും മനുഷ്യന്മാരുടെ കിങ്ഡത്തെ കുറിച്ചും ഡ്വാർഫുകളുടെ കിങ്ഡത്തെ കുറിച്ചും ആയിരിക്കും, എന്നെങ്കിലും ഒരു ദിവസം അതിൽ പറഞ്ഞ ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വൃത്തികെട്ട മനുഷ്യന്മാരും ഉണ്ട്, അതുകൊണ്ടാണ് എലനോറിലുള്ള ആൾക്കാര് പെട്ടെന്ന് ആരെയും വിശ്വസിക്കാത്തത്, പ്രത്യേകിച്ച് മനുഷ്യന്മാരെ. ഹേയ് ആർത്തർ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ എന്നിങ്ങനെ ടെസിയെ പറയുന്നത് പോലും കേൾക്കാതെ ആർത്തർ അവന്റെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി. അതുപോലെ ടെസിയെ അവന് പുതപ്പിച്ചു കൊടുക്കുന്നു. ഇതിനുശേഷം അവർ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു പോവുകയാണ്. അപ്പോഴൊക്കെ ആർത്തറിന് അവന്റെ നെഞ്ച് വേദനിക്കുന്നുണ്ട്. അപ്പോൾ ടെസിയ ആർത്തറിനോട്, ഹേയ് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ഇത്രയൊക്കെ അടുത്ത സ്ഥിതിക്ക് ഞാൻ നിന്നെ ആർട്ടി എന്ന് വിളിച്ചോട്ടെ, ഒരു ഫ്രണ്ടിനെ പോലെ? ഹേയ് കുഴപ്പമില്ല, നീ എന്നെ അങ്ങനെ വിളിച്ചോ, എന്നെ പോലെയുള്ള നല്ല മനുഷ്യർക്ക് ലേഡി ടെസിയ ആർട്ടി എന്ന് വിളിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആർത്തർ പറയുമ്പോ അതിന് ടെസിയ ആവട്ടെ, ഹേയ് നിന്റെ തമാശ നിർത്ത്, ഇങ്ങനെ വയസ്സായ ആൾക്കാർ പറയുന്നത് പോലെ പറയല്ലേ, അതുകൊണ്ട് നീ ആദ്യം മിണ്ടാതെ നടക്ക് എന്ന് പറഞ്ഞ് ടെസിയ മുമ്പോട്ട് പോകുമ്പോ അവൾ എന്തോ ഒന്ന് കാണുന്നു. ആർത്തർ ഇവിടേക്ക് വന്ന് നോക്ക്, ഞാനത് കണ്ടു, എനിക്കറിയാം, ഞാനും കാണുന്നുണ്ട്, ചെറിയ ചെറിയ ചെടികളും മരങ്ങളും ഒക്കെ അല്ലേ എന്ന് പറഞ്ഞ് ആർത്തർ അവിടേക്ക് വന്ന് നോക്കുമ്പോ ഒരു മരത്തിന്റെ അകത്ത് മറ്റെങ്ങോട്ടോ പോകാനുള്ള ഒരു പോർട്ടൽ. ടെസിയ ഇതെന്താ? ഇത് അത് തന്നെയാണ് ആർത്തർ, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് ടെസിയ അതിലേക്ക് കൈയിട്ടു. എന്നിട്ട് ടെസിയ ആർത്തറിനോട് അവളുടെ കൂടെ വരാൻ പറയുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് വലിയ വലിയ മരങ്ങളുടെ നടുവിലുള്ള ഒരു വലിയ ഭംഗിയുള്ള സിറ്റിയാണ്. അവിടേക്കാണ് നമ്മുടെ ആർത്തറും ടെസിയയും വന്നത്. അപ്പൊ അവരുടെ അടുത്തേക്ക് കുറച്ച് എൽഫുകളായിട്ടുള്ള ഗാർഡ്സ് വരുന്നു. എന്നിട്ട് അവരെ, നീ ആ ടെലപ്പോർട്ടേഷൻ ഗേറ്റ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ആർത്തറിനെ അവരെല്ലാവരും ചേർന്ന് പിടിച്ചു വെക്കുന്നു. അപ്പോൾ ആർത്തർ പെട്ടെന്ന് ടെസിയെ നോക്കുമ്പോൾ അവളെ ആരും പിടിക്കുന്നില്ല. അത് കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ആർത്തറിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ അടുത്ത എപ്പിസോഡ് അവർ റിലീസ് ചെയ്യുന്നത് എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മണിക്കാണ്. അപ്പോൾ റെക്കോർഡിങ്ങും എഡിറ്റിംഗും ഒക്കെ കഴിഞ്ഞ് വ്യാഴം അല്ലെങ്കിൽ വെള്ളി ഈ 2 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.